ചങ്ങനാശ്ശേരി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കൃപ പ്രോലൈഫേഴ്സിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ പ്രബോധന യജ്ഞം തൃക്കൊടിത്താനം കവലയിൽ നടത്തി. ചൊവ്വാഴ്ച രാവിലെ 8:30 മുതൽ പ്രോലൈഫ് പ്രവർത്തകർ പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥനായജ്ഞം പ്രബോധന പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തൃക്കൊടിത്താനം ഫൊറോന വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ജീവന്റെ സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഊന്നിപ്പറഞ്ഞുകൊണ്ട് പ്രോലൈഫ് പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് പുന്നശ്ശേരി അച്ഛൻ പ്രസംഗിക്കുകയുണ്ടായി. പരിപാടികളുടെ സമാപനത്തിൽ കൃപ പ്രോലൈഫേഴ്സിന്റെ ആനിമേറ്റർ ഫാദർ ലൂയിസ് വെള്ളാനിക്കൽ ജീവനെതിരായ തിന്മകളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി. ഭഗവത്ഗീതയും ഖുർആനുമെല്ലാം എടുത്തു പറയുന്നുണ്ട്, ജീവനെ ഹനിക്കുന്നത് ഏറ്റവും വലിയ പാപമാണ് എന്ന്. ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്, ജീവനെതിരായ എല്ലാ മനോഭാവങ്ങളും ദൈവത്തിനെതിരെ തന്നെയാണ്. കാരണം ദൈവമാണ് ജീവന്റെ ഉടമ. ആ ദൈവത്തെ തിരസ്കരിക്കുന്നതിന് തുല്യമാണ് ജീവനെ തിരസ്കരിക്കുന്നത് എന്ന് എല്ലാ മതഗ്രന്ഥങ്ങളും എടുത്തു പറയുന്നുണ്ട്. ജീവന്റെ മൂല്യം മനസ്സിലാക്കിയ കുറച്ച് സഹോദരങ്ങൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അവരുടെ ബോധ്യങ്ങൾ പങ്കിടുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ജീവനും ദൈവത്തിന്റെ ദാനമാണ്. അതിലൂടെ ദൈവം വലിയ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. മരണസംസ്കാരത്തിനെതിരായി ജീവന്റെ സംരക്ഷണത്തിനായി പ്രോലൈഫ് പ്രവർത്തകർ കേരളത്തിലുടനീളം നടത്തുന്ന തെരുവ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് തൃക്കൊടിത്താനം കവലയിൽ പരിപാടികൾ നടത്തപ്പെട്ടത്. ഗാന്ധിജിയുടെ പ്രബോധനങ്ങളിൽ അടിസ്ഥാനമിട്ട് വിവിധ മതഗ്രന്ഥങ്ങളിൽ ജീവന്റെ സംരക്ഷണത്തിനായുള്ള ഭാഗങ്ങൾ ഉദ്ധരിച്ച് നടത്തുന്ന ബോധവൽക്കരണ പരിപാടികളെ നാനാജാതി മതസ്ഥരും സഹർഷം സ്വാഗതം ചെയ്തു.